ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ വേൾഡ് ആൻഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കോപ്പർ ഐറ്റംസ്, ബ്രോൺസ് ഐറ്റംസ് ഇവയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ വെളുപ്പിച്ചെടുക്കാം നല്ല തിളക്കത്തോടു കൂടി എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. പലരുടെയും വീടുകളിൽ പണ്ട് കാരണന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോളാമ്പിയും അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാത്ത പഴയ ഓട്ടുവിളക്കുകൾ, കിണ്ടി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കളറൊക്കെ പോയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അവയൊക്കെ ഒന്ന് നമുക്കൊന്ന് എടുത്ത് വെളുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ വിളക്കുകൾ പല രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരോടും പറഞ്ഞ് അവർ ചെയ്ത് നോക്കിയിട്ട് ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഇത് നല്ലതാണ്, പെട്ടെന്ന് പണിയും തീരും എന്ന് പറഞ്ഞു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത്. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അല്ലെങ്കിൽ ഉരച്ചുരച്ച് കൈക്ക് വേദന പിടിക്കും. അപ്പോൾ ഇവിടെ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ സുഹൃത്ത് എനിക്ക് ചെയ്ത് നോക്കി അയച്ചു തന്നതാണ്. ഞാനിത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഈസി ആണല്ലോ, അതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ പേരിൽ തട്ടിമുറത്ത് ഉപേക്ഷിച്ച് കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായി പോയി ഇതിൻ്റെ മാറ്റം കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ്. ഇത് ശരിക്കും ക്ലീൻ ആക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഈ ഫോട്ടോ കണ്ടാൽ അറിയാം, പച്ച നിറത്തിലുള്ള ക്ലാവ് പിടിച്ച് അത് കറുപ്പ് നിറമായി മാറിയിട്ടുണ്ട്. നമ്മളിവിടെ നിലവിളക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും ചടങ്ങുകൾക്കും എന്തെങ്കിലും പരിപാടികളൊക്കെ വരുന്ന അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ അങ്ങനെയുള്ള സമയത്തൊക്കെ ആയാലും നമ്മൾ മെഴുകുതിരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം കുറവാണ്. അപ്പം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ അതവിടെ ഇരുന്ന് ക്ലാവൊക്കെ പിടിച്ച് പിന്നെ അടുത്ത പരിപാടി വരുന്ന സമയത്തൊക്കെ ആയിരിക്കും കഴുകിയെടുക്കുക. ഞാനിത് ക്ലീൻ ചെയ്യുവാനായിട്ട് എല്ലാം പീസാക്കി ഊരിയെടുത്തതിന് ശേഷം അതിനെ ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ അധികം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പഴയ കുക്കറിനകത്താണ് ചെയ്യുന്നത്. നമുക്ക് ഏത് കുക്കറിനകത്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. കുക്കറിനൊന്നും സംഭവിക്കുന്നതല്ല. കുക്കർ കുറച്ചും കൂടെ ഉള്ളൊക്കെ വെളുത്ത് കിട്ടത്തേ ഉള്ളൂ. ശേഷം അതിനകത്തേക്ക് അത് മുങ്ങിക്കിടക്കുവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 3-4 തക്കാളിക്ക മുറിച്ചിടുക. നല്ല തക്കാളിക്ക വേണമെന്നില്ല, നമ്മൾ ഇച്ചിരി കേട് പിടിച്ച കൂട്ട് തക്കാളിക്ക ഇട്ടാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഈ ആവശ്യത്തിനായിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങിയ കൂടെ ഇവിടുന്ന് കുറച്ച് കേട് പിടിച്ച കൂട്ട് തക്കാളിക്ക മേടിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്തതാണ്. നമുക്ക് നല്ല തക്കാളിക്ക ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്നില്ല. തക്കാളി ഇതിനകത്ത് ചേർക്കുന്നത് ഇതിന് കഴുകിയെടുക്കുമ്പോൾ നല്ല തിളക്കം കിട്ടുവാനായിട്ടാണ്. ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ ബോളിൻ്റെ വലിപ്പമുള്ളത്രയും വാളംപുളി ചേർക്കുക. വാളംപുളി ചേർക്കുന്നത് അതിൻ്റെ കറ ഇളകി കിട്ടുവാനായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോളിൻ്റെ ഇത്രയും വലിപ്പമുള്ള അത് മുഴുവൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചേർക്കേണ്ടി വരും, എങ്കിലേ അതിനകത്ത് ശരിക്കും കറയൊക്കെ ഇളകി കിട്ടുകയുള്ളൂ. അപ്പം വാളംപുളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഓടി വരും. അത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ നല്ല നാടൻ പുളി ഉപ്പൊക്കെ ചേർത്ത് ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. ഞാനിതിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിക്കുട്ടൻ വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെന്താ ഉണ്ടാക്കുന്നത്, ഞാൻ കഴിക്കുമൊന്നുമില്ല കേട്ടോ എന്ന് മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. തക്കാളിയും പുളിയൊക്കെ ചേർത്ത് അടച്ച് നമുക്ക് ഇത് ഒരു 3 വിസിൽ വരുന്നത് വരെ അടുപ്പിൽ വയ്ക്കാം. അപ്പം ഇവിടെ 3 വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്നാൽ മതിയാകും. കുക്കറിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മസാല പുറത്തേക്ക് തെറിച്ച് വരാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്നപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം മക്കൾ വന്ന് പറഞ്ഞു, അയ്യോ അത് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കറുത്തു പോയി എന്ന്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കതിനെ ഒന്ന് കുറച്ച് ലോഷനകത്ത് ഉപ്പ് ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഒത്തിരി നമ്മൾ ഉരച്ച് കഴുകേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നല്ല തിളക്കമുള്ളതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഇത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും എത്ര തിളക്കമുള്ളതായിട്ട് തീർന്നിട്ടുണ്ടെന്ന്. നമുക്ക് യാതൊരു പണിയും ഇല്ല താനും.
ഞാൻ ഇതിനു മുമ്പ് പല രീതികളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതിലെല്ലാം ഏറ്റവും ബെറ്ററായിട്ട് എനിക്കിതാണ് തോന്നിയിരിക്കുന്നത്. ഞാൻ ഹാർപ്പിക്ക് തേച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് തേച്ച് കഴുകിയിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി ഉരച്ച് കഴുകേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്ന് വെളുക്കണമെങ്കിൽ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള മറ്റൊരു രീതി, ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് എടുത്ത് അതിൻ്റെ ഇരട്ടി വിനാഗിരിയും ചേർത്ത് അതിൽ 1 ടേബിൾ സ്പൂണോളം ഡിഷ് വാഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഏതാണോ വെളുപ്പിക്കേണ്ടത് അതിൽ ഒരു 10 മിനിറ്റ് നേരം തേച്ച് വെച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുകയാണ്. അടുത്തത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള വേറൊരു രീതി, കുറച്ച് വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഞെരടുക, അതിനകത്തേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടുക, എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ അതിനകത്ത് മുക്കി വയ്ക്കുക, എന്നിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉരച്ച് തേക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നന്നായിട്ട് ഉരച്ച് തേച്ചാൽ മാത്രമേ ഇത് വെളുത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഉരച്ച് തേച്ച് കഴുകാനൊക്കെ മടിയായി. പിന്നെ ഞാനതങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ കുക്കറിലിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള മറ്റൊരു രീതി, കുറച്ച് ഉപ്പെടുക്കുക, അതേ അളവിൽ തന്നെ ആട്ടയോ മൈദയോ എടുക്കുക, അതിനെ വിനാഗിരി ഉപയോഗിച്ച് പേസ്റ്റ് ആക്കുക, അത് തേച്ച് പിടിപ്പിക്കുക. 5-10 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുക. ഈ രീതികളൊക്കെ പരീക്ഷിച്ച് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത്, അതൊക്കെ തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം അങ്ങനെ തേക്കേണ്ടി വരുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് ഒരു സോപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെളുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇപ്പം തോന്നിയിരിക്കുന്നത് കുക്കറിലിട്ടിട്ട് നമ്മൾ വിസിലടിച്ച് ശേഷം കഴുകിയെടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സമയനഷ്ടവുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തു, അവരിൽ നിന്നുള്ള അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. കാരണം പുളിവെള്ളത്തിൽ നമ്മൾ ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും ഈസിയാണല്ലോ കുക്കർ ഉപയോഗിക്കുമ്പോൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനലായിട്ടുള്ള നല്ല ബ്രൈസ് ഐറ്റംസ് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. നമുക്ക് കളറടിച്ച് കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഇളകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ കാണിച്ചതിൽ എല്ലാ രീതിയിലും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് കുക്കറിലിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് നമ്മൾ അതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ തേച്ച് വയ്ക്കുകയാണെങ്കിൽ അത് തിളക്കത്തോടുകൂടെ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.